ഇന്റലിജൻസ് നമ്മൾ ചുരിദാറിന്റെ അടുത്ത വീഡിയോ ആണ് സ്റ്റാർട്ട്. ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ക്രഷ്ഡ് ടിഷ്യൂ സിൽക്കാണ് ഫാബ്രിക്. നമ്മൾ ഈ ഒരു ഐറ്റം തന്നെ ഇങ്ങനത്തെ പാറ്റേൺ ഇതിൽ തന്നെ നമ്മൾ റേറ്റ് കൂടിയത് കുറഞ്ഞ 1200 തൊട്ട് 1600 വരെയുള്ള റേഞ്ച് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് കാണുമ്പം ഇത് ഒന്നല്ലേ എന്നൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരും. അതുകൊണ്ട് ഞാനൊന്നും എടുത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് ക്രഷ്ഡ് ടിഷ്യൂ, ഇത് ഭയങ്കര ഹിറ്റായിട്ടുള്ളൊരു ഫാബ്രിക്കാണ്. സാരിക്കകത്തും ചുരിദാറിനകത്തൊക്കെ അത്രയും നല്ല സോഫ്റ്റ് ആയിട്ട് ക്രഷ്ഡ് ടിഷ്യൂ ഭയങ്കര മൂവിങ് ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ്. ആ ഫാബ്രിക്കിലാണ് ഇത് ചെയ്തേക്കുന്നത്. അതിൻ്റെ തന്നെ കുറച്ച് റേറ്റ് കുറഞ്ഞ ഐറ്റംസ്. അപ്പോൾ ക്രഷ്ഡ് ടിഷ്യൂവിൻ്റെ ഫീൽ അല്ല കേട്ടോ, കുറച്ച് വെറൈറ്റി ആയിട്ട് കുറച്ചുകൂടെ ഓർഗൻസ മിക്സ്ഡ് ആയിട്ടൊക്കെയാണ് ഞാൻ അതിൻ്റെ റേറ്റ് കുറഞ്ഞതിലൊക്കെ കാണിച്ചിരുന്നത്. അപ്പോൾ ഈ ഒരു മെറ്റീരിയലുമായിട്ടത് കമ്പയർ ചെയ്യേണ്ട, കാരണം ഇത് കാഴ്ചയ്ക്ക് അത്രയും ഭംഗിയുള്ള ഐറ്റം കേട്ടോ. പാർട്ടി വെയറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അങ്ങനത്തെ ഒരു മോഡൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. മറ്റേത് ഉപയോഗിക്കത്തില്ലെന്നല്ല, എന്നാലും മെറ്റീരിയൽ എന്തായാലും ഡിഫറെൻ്റ് ആണ്. അതിൻ്റേതായ റേറ്റ് വ്യത്യാസം ഇതിനുണ്ട് കേട്ടോ. എന്നാലും വലിയ റേറ്റ് എന്ന് പറയാനില്ല, 1500 വരുന്നുള്ളൂ. 1520 എനിക്ക് തോന്നുന്നു. നോക്കട്ടെ, 1520 1500 റേഞ്ചിൽ നിങ്ങൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നല്ലൊരു ഐറ്റം കേട്ടോ. കാരണം ഇതിൻ്റെ കളേഴ്സ് പിന്നെ ആ മെറ്റീരിയലിൻ്റെ ഫീല് ഭയങ്കര ഡിഫറെൻറ്റാണ്. നല്ല സോഫ്റ്റ് ആയിട്ടോ, നല്ല ഫാബ്രിക്കാണ്. സോഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ക്രഷ്ഡ് ടിഷ്യൂവിൻ്റെ അകത്ത് വരുന്നതിൻ്റെ അകത്തെ സോഫ്റ്റ് വേർഷൻ എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ ദുപ്പട്ടയാണെങ്കിലും പ്യോർ ഷിഫോൺ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ 4 ബോർഡേഴ്സിലും ക്രോഷ്യ ലേസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. മെയിനായിട്ട് ഇതിൻ്റെ കളർ ചാർട്ട് എല്ലാം നല്ല ഭംഗിയാട്ടോ. കാരണം ഈ ഒരു മെറ്റീരിയൽ കളേഴ്സ് എല്ലാം ഭയങ്കര രസമായിട്ടാണ് വരുന്നത്. ഡാർക്ക് ഷെയ്ഡിൽ അങ്ങനെ വരുന്നത് കുറവാണ്, കൂടുതലും ഇങ്ങനത്തെ ലൈറ്റ് ഷെയ്ഡിലാണ് ഇതിൻ്റെ ഭംഗി ശരിക്കും കിട്ടുക. പിന്നെ ഒരു നെക്ക് പോർഷനിലെ ആ ഒരു ലേസ് വർക്കിൻ്റെ പാറ്റേൺ ഇത് കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ടുള്ള ലേസ് വർക്ക്. ഇവിടെ ഇങ്ങനെ എക്സ്ട്രാ ഒരു പീസും കൊടുത്തിട്ടുണ്ട് കേട്ടോ. കറക്റ്റായിട്ട് തയ്ക്കുമ്പോൾ നന്നായിട്ട് കിട്ടിക്കോളും. നല്ല ലൈറ്റ് ഒരു സ്കൈ ബ്ലൂവിൻ്റെ ഷെയ്ഡാണ് ഇത് വന്നേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബോട്ടം വരുന്നത് സെയിം കളർ സാറ്റിൻ സിൽക്കിൻ്റെ മെറ്റീരിയൽ. നമ്പർ AC 317, റേറ്റ് 1520 1520. രണ്ടാമത്തെ ഷെയ്ഡ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഓണിയൻ പിങ്ക് മിക്സ്ഡ് ഒരു ഷെയ്ഡാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തും സെയിം തന്നെ ലേസ് വർക്കാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് ആ ലേസ് വർക്കിൻ്റെ ക്വാളിറ്റി, മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി അത്രയും ഉണ്ട് കേട്ടോ. നമുക്ക് ആ ഒരു 1500 പ്രൈസ് റേഞ്ചിൽ ഭയങ്കര നല്ലൊരു പ്രൊഡക്റ്റ് ആയത്. അപ്പോൾ ഇതിൻ്റെ ദുപ്പട്ട പ്ലെയിൻ ആയിട്ട് ഷിഫോൺ ഫാബ്രിക്കിലാണ് കൊടുത്തേക്കുന്നത്. പ്യോർ ഷിഫോൺ ആണ്, നമ്മുടെ ഒരു നോർമൽ റേഞ്ചിൽ വരുന്നതല്ല, റേറ്റ് കൂടിയ മെറ്റീരിയലാണ് ഇത് ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ അത് മാത്രമല്ല, നമ്മൾ ഇങ്ങനത്തെ ഒരു മോഡൽ യൂസ് ചെയ്യുമ്പം കുറച്ചൊരു സ്റ്റൈലിഷ് പാറ്റേണിൽ അങ്ങനെ വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. നല്ല ഐറ്റം കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള പ്രൊഡക്റ്റിന് ഇങ്ങനെ സിമ്പിൾ കഴുത്തിലോട്ട് ചേർത്ത് ജസ്റ്റ് അങ്ങനെ ഒരു ഇടുന്ന രീതിയിൽ എല്ലാ ഏജുകാർക്കും പറ്റും കേട്ടോ, എനിക്ക് തോന്നുന്നു. ഇപ്പം കോളേജ് അങ്ങനത്തെ ഒരു ഇതിനാണേലും ഒരു ഫംഗ്ഷൻ ബേസ്ഡ് ആയിട്ടൊക്കെ ഇടാൻ നോക്കുന്നവർക്കും, അല്ലാതെ കുറച്ച് സ്റ്റൈലിഷ് ആയിട്ടൊക്കെ തയ്ച്ചെടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇങ്ങനത്തെ ഈ ഒരു ഷിഫോൺ കഴുത്തിലോട്ട് ചേർത്തിടാനും അല്ലെങ്കിൽ ഇങ്ങനെ ഒറ്റ സൈഡിൽ മാത്രമൊക്കെ അങ്ങനെ ഇടാൻ സിമ്പിളായിട്ട് ഇങ്ങനത്തെ ഷോൾ ഉപയോഗിക്കാൻ താല്പര്യമുള്ളവർക്ക് നല്ലൊരു സെറ്റാട്ടോ. അപ്പോൾ ഇതിൻ്റെ ബോട്ടം സെയിം കളർ തന്നെയാണ്, അടിപൊളി കളറാണ്. എനിക്ക് തോന്നുന്നു നേരിട്ട് കാണാൻ കുറച്ചുകൂടെ ഭംഗിയാണ്, നിങ്ങൾ ഇതിൻ്റെ അകത്ത് കാണുന്നതിനേക്കാളും നല്ല ഷെയ്ഡാണ് നേരിട്ട് കാണാൻ. അപ്പോൾ ഇതിന് നമ്മുടെ ഗീവ് അവേ നടന്നുകൊണ്ടിരിക്കും കേട്ടോ. എല്ലാ വീഡിയോസും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നവരിൽ നിന്നാണ്. എല്ലാത്തിലും നോക്കൂ കേട്ടോ, ഫേസ്ബുക്ക്, ഇൻസ്റ്റ, യൂട്യൂബ് എല്ലാത്തിലും സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ചെയ്തവരിൽ നിന്നാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുന്നതുകൊണ്ടാണ്. ഇനിയിപ്പോൾ 16-ാം തീയതി തൊട്ട് വേറെ ഐറ്റംസിനും നമ്മൾ ഗീവ് അവേ ഒക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഇന്നത്തെ എന്നല്ല 12 തൊട്ട് 15 വരെയുള്ള വീഡിയോസിൽ നിന്നാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതിൽ നിന്ന് സ്ഥിരമായിട്ട് ചെയ്യുന്നവർക്കാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് വിന്നറെ അനൗൺസ് ചെയ്യുന്നത്. 16-ാം തീയതിക്ക് നമ്മൾ അനൗൺസ് ചെയ്യും. അപ്പോൾ അതുതൊട്ട് അടുത്ത വീഡിയോസിലും അടുത്ത ഓഫേഴ്സും ഒക്കെ വരുന്നുണ്ട്. അപ്പം ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് കാണിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ മെയിൻ ഉദ്ദേശിക്കുന്നത് ഒത്തിരി വെറൈറ്റി ഐറ്റംസ് പല റേഞ്ചിൽ നമ്മൾ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരിലോട്ടും എത്തുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഷെയർ ചെയ്യാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നമ്പർ വരുന്നത് AC 320, റേറ്റ് 1520. നമുക്ക് അടുത്ത് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. നല്ല രസമുള്ള കളേഴ്സാണ്, ഏതെടുത്താലും അത്രയും ഭംഗിയുള്ള ഷെയ്ഡ്സാണ്. അപ്പോൾ ഇതാണ് ദുപ്പട്ട വരുന്നത്. ഞാനിതിങ്ങനെ അല്ലാതെ കാണിച്ചെന്നുള്ളതേ ഉള്ളൂ. കൂടുതലും ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഇങ്ങനെ ചേർത്ത് തന്നെ ഇടുന്ന കേട്ടോ ഭംഗി. ഇങ്ങനെ വൺ സൈഡ് ആയിട്ടോ ഇല്ലെങ്കിൽ കഴുത്തിൽ ചേർത്തിരുന്നതാണ് ഏറ്റവും ഭംഗി. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിലെ ഡിസൈൻ ഇതാട്ടോ. ഞാൻ പറഞ്ഞ പോലെ മെറ്റീരിയൽ അത്രയും കൂടിയ ഫാബ്രിക്കാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആ ഒരു ടിഷ്യൂ ക്രഷ്ഡ് ടിഷ്യൂ ഫാബ്രിക്കിലാണ് ചെയ്തേക്കുന്നത്. ബോട്ടം സെയിം കളർ കേട്ടോ. പിന്നെ നമ്പർ AC 319, റേറ്റ് 1520. അടുത്ത ഷെയ്ഡ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാവണ്ടർ ഷെയ്ഡാണ്. ലാവണ്ടറിൻ്റെ ഒക്കെ ഏറ്റവും നല്ല കളർ എന്ന് പറയാവുന്ന ഒരു ഷെയ്ഡ് കേട്ടോ. സെയിം തന്നെ ആ ഒരു മെറ്റീരിയലാണ് കൊടുത്തേക്കുന്നത്. ഫുൾ എംബ്രോയിഡറി ഉണ്ട് ഫ്രണ്ട് പോർഷനിൽ. ദുപ്പട്ട പ്ലെയിൻ ആയിട്ട് ഷിഫോൺ ഫാബ്രിക്, പക്ഷേ എടുത്ത് വെച്ചിരിക്കുന്ന ലേസും കാര്യങ്ങളൊക്കെ എല്ലാം കൂടിയതാ. മെറ്റീരിയലാണെങ്കിലും നല്ല റേറ്റ് കൂടിയ മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബോട്ടം വരുന്നത് സാറ്റിൻ സിൽക്ക്. നമ്പർ വരുന്നത് AC 318, റേറ്റ് 1520.